നിങ്ങളെ മക്കളൊട്ട നിസ്കരിക്കുക ചൊല്ലണു ഉമ്മമാരെ. ഞങ്ങളെ മക്കളെ ജഡം ഞങ്ങളെ മക്കളെ ഉദാസീനത്തെ ഞങ്ങ ഇപ്പമേ ഇല്ലാണ്ടാക്കണു. ആ മക്കളെ സുബഹി നിസ്കാരത്തിന് വിളിക്കണു. കൊറിയ മക്കളട്ട കേൾക്കുമ്പോ എന്തെല്ലാം സുബഹി നിസ്കരിക്കാത്തെ? മദ്രസത്തെ ഉസ്താദ് കേട്ടിട്ട് ഈ പരതട അപ്പുറതെച്ചിട്ടുള്ള ഉമ്മ പെങ്ങന്മാർ അർത്ഥാക്കുക പേനായിട്ട് നാ ചൊന്നോണ്ടുള്ള മദ്രസത്തെ ഉസ്താദ് കേട്ടിട്ട് ഇപ്പൊ മദ്രസല്ല സുറായിത്തല്ലേ ഇവിടെ മദ്രസ സുറായില്ലേ? മദ്രസത്തെ ഉസ്താദ് കേക്കട് എന്റെ സുബൈ നിസ്കരിച്ചരേ സുബൈ നിസ്കരിച്ചരേ. അപ്പൊ ഈ വിദ്യാർത്ഥിയുടെ ഉത്തര ഇല്ല. എന്താണ് നിസ്കരിക്കാത്ത? ഉമ്മ വന്നിട്ടില്ല. അത് ചിലപ്പോ അവണു ഒന്നു രക്ഷപ്പെടുകൊണ്ടായെങ്കിൽ വിഷയം വേറെ വിഷയം. അങ്ങനെ ടായെങ്കിൽ ഉമ്മ എങ്ങനെ നിങ്ങ ഒന്നാത്തത് കൊണ്ടിട്ടു അവന് സുബൈ നിസ്കാരത്ത് എനിക്കാത്തതുണ്ടായെങ്കില് വിഷയത്തിൽ ഡേഞ്ചർ അല്ലേ? അത് വിഷയത്തിൽ ഗൗരവല്ലേ? അതേ ഉത്തര ഇണ്ട് മദ്രസത്തെ ഉസ്താദരട്ടൗണ് ചൊന്ന. പക്ഷേ നാല് റബ്ബുടെ കോർട്ടുള്ളു റബ്ബ് കേൾക്കുമ്പോ റബ്ബുടൊട്ട അതേ ഉത്തര ചൊന്നെങ്കിൽ നിങ്ങളെ അവസ്ഥ എന്തായിട്ടിക്കൂ? അതുകൊണ്ടിട്ട് ഒരു റൂമില് ഉറങ്ങിട്ടുള്ള നിങ്ങ പിന്നൊരു റൂമില് ഉറങ്ങിട്ടുള്ള നിങ്ങളെ മക്കളെ സുബഹി നിസ്കാരത്തുക ഒന്തു നിങ്ങ ഉദാസന കാട്ടുക തീറ ഉമ്മമാരെ. ഓർക്ക ബിൽച്ചിട്ട് എഞ്ചില്ലെങ്കിൽ പാടം ഒന്തോണു, പാടം വിളിക്കണോ പാടം ഒന്തോണു, എഞ്ചിട്ട് നിസ്കരിക്കിടത്തോലും ഒന്തോണു. അതാ കൈ പിടിച്ചിട്ട് മെല്ലെ ദൈപ്പാട്ടണു, ദച്ചൗഡ്ര എനിപ്പാട്ടണു. എൻ ചൗഡ്ര ബേനായി വന്നെങ്കില് അതേ അവന്റെ വാഷ്റൂം തോല് കുട്ടിയും പോണായി വന്നെങ്കിലും കുട്ടിയും പോണു. വാഷ്റൂമുടെ ഉൽഗ ആക്കടെങ്കിലും ആക്കണു. അങ്ങനെങ്കിലും ആക്കിട്ട് എങ്ങനെങ്കിലും ആക്കിട്ട് ഒരു കൊറിയ നാല് നിങ്ങക്ക് ചെമ്മ കഷ്ടപ്പെടൂ. അതല്ലേ ഖുർആൻ ചൊന്നേ വസ്തബിർ അലൈഹാ. ಅದರ പേരിൽ നിങ്ങക്ക് ചെമ്മ സബറെടുക്കണായി ബറൂ. അതത്ര സുലഭത്തെ വിഷയ അല്ല. ഫുഡ് തിൻപാട്ട പോലെ അല്ല അല്ലേ? അത് കയ്യിൽ മൊബൈൽ കൊടുത്തിട്ടെങ്കിലും തിന്നുപാട്ട നിസ്കരിപ്പാട്ടകാവൂല്ലേ? അതുകൊണ്ടിട്ട് മക്കളെ ഒന്നും നിസ്കരിപ്പാട്ട ചൊല്ലത് ഭാരി കഷ്ടത്തെ വിഷയ. അതുകൊണ്ടായിട്ടിക്കിട ഖുർആൻ ചൊന്നേ വസ്തബിർ അലൈഹ. അല്ലാഹു കൊണ്ടുണ്ടല്ലേ ഈ കഷ്ടപ്പാട്. അപ്പൊ അല്ല ചൊന്ന അതര പേരിൽ നിങ്ങൾ ചെമ്മ കഷ്ട സഹിക്കണായി വന്നെങ്കിലും സബറെടുക്കണായി വന്നെങ്കിലും നിങ്ങൾ സബറെടുക്കൊരു വസ്തബിർ അലൈഹ. എന്നിട്ട് അല്ല ചൊല്ല നോക്കൊരു ലാ നസ്അലുക റിസ്ഖാ. റിസ്ഖിന്റെ വിഷയത്തിൽ നിങ്ങൾ മണ്ട വെച്ച ആക്കണ്ട. റിസ്ഖിന്റെ വിഷയത്തിൽ നിങ്ങൾ തല വെച്ച ആക്കണ്ട. നിങ്ങളെ ഔത്തറങ്ങളും നിങ്ങളെ മക്കളും നിസ്കരിപ്പാട്ടുക നോക്കറോ. റിസ്ഖിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്തിಗೆ ടെൻഷൻ ആക്കിടോ? ഞങ്ങ ഇപ്പം എന്തോ ഞങ്ങളെ മക്ക നിസ്കാരം തുടങ്ങിയില്ല. ആ വിഷയത്തിൽ ഞങ്ങില്ല. ഞങ്ങ ഇപ്പൊ മൂത്തോണ്ട് പക്ക എങ്ങനെങ്കിലും കയ്യിലാക്കട എങ്ങനെ അതര ಬಗ್ಗೆ ചിന്തിക്കണേ. ഇപ്പ എങ്ങനെങ്കിലും പൈസ ആക്കട എങ്ങനെ? റിസ്ക് റബ്ബല്ലേ തന്റെ, അത് അല്ലല്ലേ. നിങ്ങൾ അതര പേരിൽ ടെൻഷൻ ആക്കിട്ട് എന്ത് മണ്ട വെച്ചാക്കണ്ട, തല വെച്ചാക്കണ്ട. നഹ്നു നർസുഖുക്. നിങ്ങൾക്ക് ഞങ്ങ റിസ്ക് തണ്ട ബാവാ. ലാ നസ്അലുക റിസ്ഖാ. റിസ്കിന്റെ വിഷയത്തിൽ ടെൻഷൻ ആക്കുമെന്ന് ഞാൻ നിങ്ങളുടെ ചൊന്നിട്ടില്ലല്ലേ? നിങ്ങൾ ಅದರ ಬಗ್ಗೆ ടെൻഷൻ ആക്കണ്ട. നഹ്നു നർസുഖുക്. ഞങ്ങൾ നിങ്ങൾക്ക് റിസ്ക് തണ്ട. നിങ്ങൾ ಅದರ വിഷയത്തിൽ ടെൻഷൻ ആക്കണ്ട. നിങ്ങൾ ശ്രദ്ധിക്കണായ വിഷയ വഅ്മുർ അഹ്ലക ബിസ്സലാ. നിങ്ങളെ മക്കളൊട്ടൊന്ന് നിസ്കരിക്കു ചൊല്ലറു. അങ്ങനെ നിസ്കരിപ്പാട്ടണ്ടിക്കണ്ട. കൊറിയ ടൈം തോൽ അങ്ങനെ ബുട്ടെങ്കിൽ പിന്നെ അങ്ങ് സുബൈ എനിക്കോ ജട കാട്ടാറ്. നിങ്ങത്തെല്ല കഷ്ട ಬರು. ചിലപ്പോ 2 ഫ്ലോറിൽ നിങ്ങൾ കീഴും മേലും അകയുന്നെങ്കിൽ ഉമ്മായവലു മേൽക്ക് പത്തണോ പാവ മുട്ടുനുമ്പലയിക്കൂ. അതുകൊണ്ടിട്ട് ഫസ്റ്റിಗೆ മക്കളിട്ട് ചൊല്ലണം, മക്കളെ മേൽ ഉറങ്ങിരണ്ട, റൂമെല്ലാം മേലിക്കട്ട് കീഴെ ഉറങ്ങിയ മെയ് എന്തേ പണ്ടത് ചൊന്നോ ഇന്നാർ ഉമ്മമാര്. നക്ക് മേൽ പത്തോ കഷ്ടാവുಡು സുബൈ ಗೊಂತಗೂ കീഴെ ഉറങ്ങോರು മക്കളെ കീഴെ ഉറക്കോ ഇന്നാർ ഇല്ലേ? അങ്ങനെ ഇന്നില്ലേ? മക്കളെ കീഴെ ഉറക്കോ ഇന്നാറ്. മേൽ പത്തോ കഷ്ടാവുള്ള സുബൈക്ക് നിങ്ങൾ നിസ്കാരത്തെ ഒന്തകൂ കഷ്ടാവുಡು. അതുകൊണ്ട് കീഴെ ഉറങ്ങോರು. കീഴ് ഉറങ്ങിയെങ്കിൽ നിങ്ങൾ സുബൈക്ക് ഒന്തകൂ നമുക്ക് സുലഭാവുಡು. ആ ഒന്തരതര വിഷയത്തിൽ ഉദാസീനത കാട്ടണ്ട. ഈ ആയത്ത് വിവരണ ആക്കിയിട്ട് മഹാന്മാര് മുഫസ്സിരീങ്ങ ഖുർആൻ തഫ്സീർ എഴുതിയങ്ങ വ്യാഖ്യാന എഴുതിയങ്ങ
അങ്ങ ഓർമ്മോത്ത് എഴുതി വെച്ചത് കണ്ട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൊരു സ്വഭാവ ഇന്തുല യന്ത്ര സ്വഭാവ എല്ലാ നാളും സുബഹിയുടെ ടൈം ആവുമ്പോ മോല മുട്ട പോയോണ്ടിത്ത് മോല മങ്ങിലാക്കി കൊടുത്ത പിന്നെ ആറ് മോലോ സയ്യിദത്തുനാ ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ ആ പിർസത്തെ മോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങകു മങ്ങിലാക്കിട്ട് കൊടുത്ത പിന്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എല്ലാ നാളും ഫാത്തിമ റളിയല്ലാഹു അൻഹ മോളുടെ മുട്ട പോയോണ്ടിന്ത് മർമോന്റെ മുട്ട പോയോണ്ടിന്ത് എന്നിട്ട് അവിടെ ഇങ്ങനെ ചൊന്നോണ്ടിന്തുല അസ്വലാ നിസ്കാരമുണ്ടോ നിസ്കരിച്ചിരാറാ എന്തിങ്ങനെ നാനും നിങ്ങും അത് കണ്ടിട്ട് പഠിക്കൂ നാനും നിങ്ങും അത് കണ്ടിട്ട് അർത്ഥാക്കിട്ട് അതുപോലെ ഞങ്ങളെ മക്കളെ ഒന്തകൂ ആ ഞങ്ങളെ മക്കളെ ഒന്തകുവേനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അത് പഠിപ്പാട്ടി തന്ന് അതുകൊണ്ടായിട്ട് ഇക്കിട ഖുർആനിൽ അല്ലാഹു ചൊന്ന് നിങ്ങളെ മക്കളെ നിസ്കരിക്കുക ഒന്തോറു ಅದರ പേരിൽ നിങ്ങൾക്ക് ചെമ്മ കഷ്ടപരനായി വന്നെങ്കിൽ പോലും നിങ്ങൾ സബറെടുക്കൊരു ടെൻഷൻ ആക്കണ്ട.